Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അതായത് ഡിഗ്രി ലെവലുള്ള ആൾക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പോസ്റ്റാണ് വന്നിരിക്കുന്നത്. പറയാനുള്ള കാരണം, ഇത്രത്തോളം അഡ്വൈസ് നടക്കുന്ന ഡിഗ്രി ലെവലുള്ള ഒരു പോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കാം അതിൻ്റെ ഉത്തരം. കാരണം നല്ലതുപോലെ അഡ്വൈസ് നടക്കുന്ന ഡിഗ്രി ലെവലിലുള്ള എക്സാമാണ് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് KSFE ഒരെണ്ണം, പിന്നെ അതുപോലെ തന്നെ അടുത്തത് KSRTC. അപ്പോൾ ഇങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു അപ്പോയിൻമെൻറ്റ് നടക്കുന്ന ഒരു പോസ്റ്റ് വരണമെങ്കിൽ 2027 LDC PTS വരണം. ജില്ലാ തലത്തിലുള്ള എക്സാമാണ് LDC PTS. കേരളം മൊത്തത്തിൽ ഏകദേശം ഒരു 4000-5000 അഡ്വൈസ് നടക്കുന്ന ഒരു പോസ്റ്റാണ് LDC. അതേപോലെ ഉള്ള ഒരു പോസ്റ്റാണ് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ അസിസ്റ്റന്റ് KSRTCയും KSFEയും. ഏകദേശം 3000-3500 പേരുടെ അപ്പോയിൻമെൻറ്റ് നടക്കുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വിട്ടുകളയരുത്, മുറുകെ പിടിച്ചോണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ വർഷവും പോയിക്കൊണ്ടിരിക്കും. 2025 കഴിയാറായി. അപ്പോൾ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എക്സാം ഏകദേശം പ്രിലിമിനറി എക്സാം ഏകദേശം 2026 മാർച്ച് ഏപ്രിലോട് കൂടി നടക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മെയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അതിന് മുമ്പിട്ട് ഇതിൻ്റെ പ്രിലിമിനറി നടന്നിട്ട് ഒരു ജൂലൈ ഓഗസ്റ്റ് ആ മാസങ്ങളിൽ ഇതിൻ്റെ മെയിൻ പരീക്ഷയും ഉണ്ടായിരിക്കും. 2027 ആദ്യ മാസങ്ങളിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. കാരണം ഇപ്പോൾ ഉള്ള നിലവിലുള്ള ലിസ്റ്റ് 2027 ജനുവരിയിലും മാർച്ചിലും ഒക്കെ ആയിട്ട് തീരും. ഓക്കെ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. പക്ഷെ അതിനകത്ത് അത്രത്തോളം അപ്പോയിൻമെന്റ് നടക്കത്തില്ല. പക്ഷേ ഇത് കമ്പനി ബോർഡിൽ നല്ലതുപോലെ അപ്പോയിൻമെന്റ് നടക്കുന്ന പോസ്റ്റാണ്. അതറിഞ്ഞ് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പിടിവെള്ളിയാണ്. ഏജ് ഓവർ ആയവർക്കും എല്ലാം കിട്ടിയിട്ടുള്ള ഒരു പിടിവെള്ളിയാണ്. ഡിഗ്രി ലെവലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പ്രിലിമിനറിയുടെ സിലബസ് എടുത്ത് വെച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങും. അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷനാണ് വരുന്നത്. ഒന്ന് കാറ്റഗറി നമ്പർ 382/2025 ആൻഡ് അനദർ വൺ 383/2025. 382 കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, കെൽട്രോൺ അങ്ങനെയൊക്കെ പറയുന്ന ഫസ്റ്റ് ഗ്രേഡ് കമ്പനികളിലെ ജൂനിയർ അസിസ്റ്റന്റ് ആണ്. കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, ജൂനിയർ ക്ലർക്ക് എക്സെട്ര. ഓക്കെ, ഇതിന്റെ ഓരോ കമ്പനിയിലും ബോർഡിലും വ്യത്യസ്ത സാലറി സ്കെയിലാണ്. അതുകൊണ്ട് സാലറി സ്കെയിൽ പറയുന്നില്ല. ഓക്കെ, ഇതിനകത്ത് 18 മുതൽ 36 വയസ്സ് വരെയുള്ള ജനറൽക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് രണ്ടിലേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് ജനിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ OBCക്ക് 3 വർഷവും SC STക്ക് 5 വർഷവും വയസ്സ് ഇളവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BA BSc BCom ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ഓക്കെ, ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ഇപ്പം ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ഒരു ആളാണ് നിങ്ങളെങ്കിൽ, അതായത് ഇത് BA BSc BCom മാത്രമല്ല ഡിഗ്രി ആയിട്ടുള്ളത്, ബാച്ചിലർ ഡിഗ്രി ആയിട്ടുള്ളത്. ഓക്കെ, PSc നഴ്സിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, BCA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, BBA അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണമെന്നേ ഉള്ളൂ. അത് നിങ്ങൾ ഇക്വലന്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം. ഓക്കെ, അതാണ് 382. 383/2025 ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ്. അത് എവിടേക്കാണെന്ന് നോക്കിയാൽ KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC ST അങ്ങനെയൊക്കെ പറയുന്ന ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, LD ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ് എക്സെട്ര. ഇതിന്റെ സാലറി സ്കെയിൽ പറയുന്നില്ല. അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. ഒന്ന് ഫസ്റ്റ് ഗ്രേഡ് കമ്പനിയും 2 സെക്കൻഡ് ഗ്രേഡ് കമ്പനിയും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ BA BSc BCom മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കത്തുള്ളൂ. അതിനകത്ത് ഇന്നെലിജിബിൾ എന്നെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇക്വലന്റ് വെച്ച് അയക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പ്രൊഫൈലിൽ നിങ്ങൾ ഡിഗ്രി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയാണ് നോട്ടിഫിക്കേഷൻ്റെ കാര്യം. അപ്പോൾ ഇത് എന്തുകൊണ്ട് അയക്കണം എന്നുള്ള കാര്യം ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ആൾറെഡി 2 ലിസ്റ്റ് ഇതിൻ്റെ നിലവിലുണ്ട്. ഓക്കെ, ഒന്ന് KSFEയുടെ ലിസ്റ്റ് 126/2022, പിന്നെ 653/2021 KSRTC. അപ്പം നമുക്ക് KSFEയുടെ ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ നല്ല അപ്ലോയ്മെന്റ് നടക്കുന്ന ഒരു പോസ്റ്റാണ്. അത് 1653 അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. OC 1327 റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. EBT 1325 റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. SSC സപ്ലിമെന്റ് സ്റ്റാർ 1 റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. ST സപ്ലിമെന്റ് 33 റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. മുസ്ലിം 2127 വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. കാത്തലിക് ആംഗ്ലോ സപ്ലിമെന്റ് 7 പോയിട്ടുണ്ട്. OBC 1348, വിശ്വകർമ്മ 1609, SIUC നാടാർ 1870, SCCC സപ്ലിമെന്റ് ലിസ്റ്റ് 4, ധീവര 1556, ഹിന്ദു നാടാർ 3110, DAL LV സപ്ലിമെന്റ് ലിസ്റ്റ് 17, HI സപ്ലിമെന്റ് ലിസ്റ്റ് 34, DALDCP 17, DAMD ഇനി വരുന്ന അതിനകത്താണ് DAMD വരുന്നത്. EWS 1362. അപ്പോൾ ഇങ്ങനെയാണ് KSFEയുടെ അപ്പോയിൻമെന്റ്
ഇപ്പോൾ ഏകദേശം ഒരു ആറ് വേക്കൻസിയോളം ഇപ്പോൾ നിലവിൽ ഉണ്ട്. അപ്പോൾ അതിനുടനെ അഡ്വൈസ് അയക്കും. അപ്പോൾ അങ്ങനെയാണ് KSFയുടെ കാര്യം. KSFയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഇതിനകത്ത് 3800ഓളം ആൾക്കാരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 4000 പുറത്ത് 4500 ആൾക്കാരോളം ഇതിനകത്ത് ടോട്ടൽ സപ്ലിമെൻ്റ് ലിസ്റ്റും DAയുടെ കൂടെ ചേർത്ത് ഏകദേശം അത്രത്തോളം 4500ഓളം ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്. മെയിൻ ലിസ്റ്റിൽ തന്നെ ഏകദേശം 1800 അടുപ്പിച്ച് ഉണ്ട്. ഓക്കെ, KSRTCയുടെ കാര്യം പറയുകയാണെങ്കിൽ KSRTCയുടെ 799 ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയിരിക്കുന്നത്. ഇത് NGD ആണ് കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് OC 813 റാങ്ക് വരെ പോയിട്ടുണ്ട്. EBT 812, SSC സപ്ലിമെന്റ് ലിസ്റ്റ് 67, ST സപ്ലിമെന്റ് ലിസ്റ്റ് 19, മുസ്ലിം 1101, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് 32, OBC 806, വിശ്വകർമ്മ 1026, SIUC നാടാരി 855, ഹിന്ദു നാടാരി 1572, SSC സപ്ലിമെന്റ് ലിസ്റ്റ് 3, ധീവര 1021, EWS 833, DL LV സപ്ലിമെന്റ് ലിസ്റ്റ് 13, H സപ്ലിമെന്റ് ലിസ്റ്റ് 14, LDCP സപ്ലിമെന്റ് ലിസ്റ്റ് 14. അപ്പം ഇതിനകത്ത് കുറച്ച് അഡ്വൈസ് കുറവാണ്. പക്ഷേ KSFയിലെ അതിനകത്ത് വരുന്നതിനകത്ത് നല്ല അഡ്വൈസ് പോയിട്ടുമുണ്ട്. ഓക്കെ, ഇനി ഇത് നല്ലതുപോലെ അഡ്വൈസ് പോകും. അതിനകത്ത് ഈ ലിസ്റ്റിലുള്ളവർ ടെൻഷൻ അടിക്കേണ്ട. കാരണം ഇനിയിപ്പം 1 വർഷത്തോളം ഉണ്ട് ഇതിൻ്റെ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 80-90% ഇതിനകത്ത് അഡ്വൈസ് പോകാനുള്ള മെയിൻ ലിസ്റ്റിലുള്ളവർക്കെല്ലാം അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം പുതിയതായിട്ട് വന്ന അസിസ്റ്റന്റ് ഗ്രേഡിന് വേണ്ടി പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്തൊരു ബൾക്കായിട്ടുള്ള ഒരു വേക്കൻസി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് 2027 വരുന്ന LDC ആണ്. LDC വേരിയസ് ആണ്. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ? അതിനിടയ്ക്ക് വെച്ച് വലിയ പോസ്റ്റിംഗ് നടക്കുന്ന ഒരു വേക്കൻസി വരാനുള്ള ഒരു പോസ്റ്റ് വരാൻ സാധ്യത കുറവാണ്. 2027 LD മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ? അപ്പോൾ അതോ 2027 തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റണോ എന്ന് നിങ്ങൾ ഡിഗ്രി ഉള്ളവർ ചിന്തിക്കുക. ഡിഗ്രി ഇല്ലാത്തൊരു വിഷമിക്കേണ്ട. ഇതിൻ്റെ തന്നെ കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്. നല്ലതുപോലെ അപ്പോയിൻമെന്റ് നടക്കുന്ന പോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഡിഗ്രി ഇല്ലാത്തവർ പഠിക്കുക. ഡിഗ്രി ഉള്ളവർ മാക്സിമം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കാൻ ശ്രമിക്കുന്നതല്ല, നിങ്ങൾ പഠിച്ചെടുക്കുക. ഏകദേശം ഒരു 8 മാസത്തോളം നമുക്ക് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി 8-9 മാസത്തോളം നമുക്ക് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി ഉണ്ട്. അതിനിടയ്ക്ക് വെച്ച് നിങ്ങൾ മാക്സിമം നിങ്ങൾ എഫോർട്ട് എടുത്തിട്ട് പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് ഉടനെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഞാൻ പറഞ്ഞു 2027 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനിടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു പോസ്റ്റാണിത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റുണ്ടെങ്കിൽ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.